ഒരേ ഒരു നേന്ത്രപ്പഴം കൊണ്ട് ഈ ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ട് പഴം ആദ്യം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കുക. നല്ല വലിയ പഴമാണെങ്കിൽ നിങ്ങൾ നാലായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ പഴമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5ഓ 6ഓ കാന്താരിയോ അല്ലെങ്കിൽ ഒരു പച്ചമുളകോ എടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇത് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിന്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ തേങ്ങന്റെ അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മൂടി വെക്കാം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഞാൻ കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടുന്നവർക്ക് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിലോ നെയ്യിലോ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.